ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരങ്ങളിൽ ഒരാളാണ് കന്നഡ സൂപ്പർ താരം യശ്. KGF 1ഉം 2ഉം ഭാഗങ്ങളിലെ റോക്കി ഭായ് എന്ന കഥാപാത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരമായി ഉയർന്ന യശ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്, നിതീഷ് തിവാരിയുടെ രാമായണ തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ കരിയറിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ യാഷിന്റെ ഈ താരപദവിക്ക് പിന്നിൽ ഏറെ കഠിനമായൊരു യാത്രയുണ്ട്. സിനിമയിൽ അവസരം തേടി 16-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയപ്പോൾ കയ്യിലുണ്ടായിരുന്നത് വെറും 300 രൂപ. ആദ്യകാലത്ത് പ്രതിദിനം 50 രൂപയോളം വരുമാനത്തിൽ ചായ വിൽപ്പന ഉൾപ്പെടെയുള്ള ചെറിയ ജോലികൾ ചെയ്താണ് ജീവിതം കൊണ്ടുപോയത്. പിന്നീട് നാടക സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത്. 2004-ൽ ഉത്തരായന എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് യഷിന്റെ അഭിനയ ജീവിതത്തിന് തുടക്കമാകുന്നത്. തുടർന്ന് നന്ദഗോകുല, മേലെ ബില്ലു, പ്രീതി ഇല്ലാത മേലെ തുടങ്ങിയ പരമ്പരകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. 2007-ൽ ജംബാഡ ഹുഡുഗിയിലൂടെ സഹനടനായാണ് സിനിമയിലെത്തിയത്. തൊട്ടടുത്ത വർഷം റോക്കിയിലൂടെ നായകനായി. 2010-ൽ പുറത്തിറങ്ങിയ മുതലശാല യഷിന് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തു. സിനിമാ സംവിധാനത്തിലും താരം സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. യഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 2018-ൽ പുറത്തിറങ്ങിയ KGF ചാപ്റ്റർ 1. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രം വൻ വിജയമായി മാറിയതോടെ യഷ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രത്തിലെ സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ കഥാപാത്രമായ റോക്കി ഭായ് ആരാധകർക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. KGF ചാപ്റ്റർ 2 എത്തിയതോടെ ഈ താരപദവി കൂടുതൽ ശക്തമായി. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 1200 കോടിയിലേറെ രൂപയുടെ കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് രാമായണത്തിൽ രാവണനായാണ് യഷ് എത്തുന്നത്. രൺബീർ കപൂർ രാമനായും സായി പല്ലവി സീതയായും വേഷമിടുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവും യഷാണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ് താരത്തിന്റെ മറ്റൊരു പ്രധാന പ്രൊജക്ട്. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രത്തിൽ രായ എന്ന കഥാപാത്രത്തെയാണ് യഷ് അവതരിപ്പിക്കുന്നത്. ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഡ്രൈവറായിരുന്ന അരുൺ കുമാറിന്റെയും വീട്ടമ്മയായ പുഷ്പയുടെയും മകനാണ് യഷ്. നടി രാധിക പണ്ഡിറ്റുമായുള്ള ദീർഘകാല പ്രണയത്തിനൊടുവിൽ ഇരുവരും 2016-ൽ വിവാഹിതരായി. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം യഷിന്റെ നിലവിലെ ആസ്തി ഏകദേശം 60 കോടി രൂപയാണ്. വടക്കൻ ബംഗളൂരുവിലെ പ്രസ്റ്റീജ് ഗോൾഫ് ഷെയറിൽ ഏകദേശം 7 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര ഡ്യൂപ്ലെക്സ് വസതിയും താരത്തിനുണ്ട്. ബംഗളൂരുവിലും മറ്റ് സ്ഥലങ്ങളിലുമായി നിരവധി വസ്തുവകകളും ആഡംബര കാറുകളുടെ ശേഖരവും യഷിന്റെ സമ്പാദ്യത്തിലുണ്ട്. വെറും 300 രൂപയുമായി സിനിമാ സ്വപ്നം തേടി വീട് വിട്ടിറങ്ങിയ യുവാവിൽ നിന്ന് പാൻ ഇന്ത്യൻ സൂപ്പർ താരത്തിലേക്കുള്ള യഷിന്റെ വളർച്ച ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രചോദനാത്മകമായ വിജയ കഥകളിൽ ഒന്നാണ്.